നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. നിവിൻ്റെ തിരിച്ചുവരവിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നത്. അങ്ങനെ നിവിൻ പോളി തൻ്റെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഇപ്പോൾ 100 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വെറും 10 ദിനങ്ങൾ കൊണ്ടാണ് ഈ ഒരു നേട്ടം നമ്മുടെ നിവിൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അത് അത്ര ചെറിയൊരു കാര്യമല്ല, അതൊരു കംബാക്കാണെന്ന് കൂടി ഓർക്കുമ്പോഴാണ് വമ്പൻ കംബാക്കായി പോയിരിക്കുകയാണത്. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, നമുക്ക് പറയാൻ പറ്റാത്തൊരു സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് കുറച്ച് കാലമായിട്ട് വല്ലാത്തൊരു മാറി നിൽക്കലും പിന്നീട് അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത്തരത്തിലൊരു സന്തോഷമാണ് നിവിൻ പോളിയുടെ തിരിച്ചുവരവിൽ. ഞാൻ മാത്രമല്ല, മലയാളികൾ ഒട്ടനവധി ആളുകൾ ഒരേ സ്നേഹത്തോടെ അദ്ദേഹത്തിനെ സ്വന്തം വീട്ടിലെ പയ്യനെ പോലെയാണ് സ്നേഹിച്ചിരുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമ സെലക്ഷൻസ് അദ്ദേഹം കുറച്ച് വെറൈറ്റികൾ പിടിച്ചു നോക്കിയതാണ്. പക്ഷേ ജനങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാർ പവർ എന്താണെന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി കണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മോഹൻലാലിന് ശേഷം, ഒരുപക്ഷെ മോഹൻലാലിനോടൊപ്പം തന്നെ നിൽക്കുന്ന തലയെടുപ്പോടുകൂടി തന്നെ അദ്ദേഹം ഭാവിയിൽ വളർന്നു വരാൻ സാധ്യതയുണ്ട്. ഈ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ സെലക്ഷനെങ്കിൽ അദ്ദേഹം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഗംഭീരമായിട്ട് കളക്ഷനിലേക്ക് സിനിമ എത്തുകയും ചെയ്യും. ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് 100 കടന്ന് 150, 200 എത്താൻ സാധ്യതയുള്ള സിനിമയാണ്. കാരണം 10 ദിനങ്ങൾ കൊണ്ടാണ് 100-ലെത്തിയിരിക്കുന്നത് ഓർക്കണേ. മാത്രമല്ല, തൃശ്ശൂരിൽ തന്നെ ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരുവിധം എല്ലാ തിയേറ്ററിലും 90% തിയേറ്ററുകളിലും ഈ സിനിമയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടം തന്നെയാണ്, ചെറിയൊരു കാര്യമല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നിവിൻ പോളിയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സേഫ് സോണിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് മെഗാ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും ഇൻഡസ്ട്രി ഹിറ്റുകളും നമുക്ക് തരാൻ പറ്റും. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. കണ്ട വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ് കാണാത്തവരെക്കാൾ കൂടുതൽ നമുക്ക് ബെറ്റർ ആവുക. നിവിൻ പോളിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് ഒരു ശത്രുക്കളില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. കാരണം എല്ലാവരും ഒരേപോലെ തൻ്റെ കുടുംബത്തിൽ ഒരാളെ പോലെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോ എനിമീസ് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ശത്രുക്കളില്ല. ഈ ശത്രുക്കളില്ലാത്തത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടം. അദ്ദേഹത്തിനെ സ്വന്തം വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് ജനങ്ങൾ സ്നേഹിക്കുന്നത്, പ്രത്യേകിച്ച് മലയാളികൾ സ്നേഹിക്കുന്നത്. അദ്ദേഹം മുന്നേ ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ആ ഒരു ഛായ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ പ്രായത്തിലുള്ളവർ മുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള പോലെയാണ് എല്ലാവരും അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. ഏതായാലും ആ സിനിമ വലിയ വിജയമായിരിക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ഡോൾബി ദിനേശ് എന്ന സിനിമയുണ്ട്, അതുപോലെ തന്നെ മൾട്ടിവേഴ്സ് മന്മഥനുണ്ട്. ഇതൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന സിനിമകളാണ്. മാത്രമല്ല, ഇപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറഞ്ഞ ഗിരീഷ് ഏടിയുടെ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഗിരീഷ് ഏടിയുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. ഭാവന സ്റ്റുഡിയോസാണെന്ന് തോന്നുന്ന ചിത്രത്തിൻ്റെ നിർമ്മാണം ഒക്കെ നിർവഹിക്കുന്നത്. എന്തായാലും ദിലീഷ് പോത്തൻ്റെ ആ ഒരു ടീമിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു വലിയൊരു വിജയമായി മാറട്ടെ. നിവിൻ പോളിക്ക് 2026 ഗംഭീര ഒരു വർഷമായി മാറട്ടെ. നല്ല കഥാപാത്രങ്ങളും ഗംഭീര വിജയങ്ങളും അതിവിജയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. 100 കോടി നേട്ടത്തിൽ അതിയായ ആഹ്ലാദത്തോടെ നിർത്തുന്നു.